നല്ല നമസ്കാരം. ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോ. ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് തോട്ടം മേഖലയിലേക്കാണ്. ഒരുപക്ഷെ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ് ഈ തോട്ടം തൊഴിലാളികളുടെ ജോലിയും ഒപ്പം തന്നെ അതിന്റെ കൂലിയും അവരുടെ ജീവിത ഉപാധിയും എല്ലാം നമ്മൾ പലവട്ടം ചർച്ചയ്ക്ക് എടുത്തപ്പോഴും വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിന് വലിയൊരു ഗതികേട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഇരിക്കുന്നതാണ്. കഴിഞ്ഞ 7 ദിവസത്തിനപ്പുറമായി ഇവർ തുടങ്ങിയിട്ട് എത്രയോ സമരമാർഗങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുനടക്കുന്നത്. ഈ തോട്ടം തൊഴിലാളികൾക്ക് ജോലി ചെയ്തിട്ട് ഇന്ന് വരെയും കൂലി ലഭിച്ചിട്ടില്ല. സാധാരണ മാർച്ച് മാസത്തോടു കൂടി തന്നെ ഇവരുടെ എല്ലാ കൂലിയും കിട്ടേണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം അതെല്ലാം എന്തിനേറെ പറയുന്നു 1-2 ദിവസത്തെ ശമ്പളം പോലും കിട്ടാത്ത ആളുകളുണ്ട്. ഇവര് ഈ ഒരു വിഷയവുമായിട്ട് അധികാരികളുടെ അടുത്ത് സമീപിച്ചിട്ടും അതൊന്നും ഒരു തരത്തിലും ഫലത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇവർക്കൊപ്പമാണ് ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ അതേപോലെ തന്നെ കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ഒപ്പമാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. ഏകദേശം എത്ര മാസമായിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ വേതനം കിട്ടിയിട്ട്? എത്ര നാളായിട്ടുണ്ടാവും? ഒരു 4-5 മാസമായി ഇവിടെ പൈസ കിട്ടി. ഈ 5 മാസമായിട്ട് ഇതിന് അർഹതപ്പെട്ട ഏകദേശം ഒരു 20ഓളം പേരുണ്ട്. മറ്റേ നിങ്ങൾക്ക് അതല്ലാതെയും പുറത്തും ആളുകളുണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവിടുന്ന് പൈസ ഒരിക്കലും നമുക്ക് ഒന്നിച്ച് പൈസ കിട്ടണില്ല. എന്നുവെച്ചാൽ ഒരാഴ്ച കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ആഴ്ചക്ക് പൈസ ഇല്ല ഇവിടെ. അതും 2000 തുച്ഛമായ പൈസയാണ് ഇവർ കയറ്റി വിടുന്നത്. ഇപ്പൊ ചോദിച്ചപ്പോൾ വെച്ചാൽ മാനേജർ പറയുന്നത് അവരെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ തരുന്നാണ് പറയുന്നത്. അല്ലാണ്ട് വ്യക്തമായിട്ട് ഒരു ഉത്തരവോ മറുപടിയോ തരുന്നില്ല. പിന്നെ 3 വർഷമായി ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരപ്പെടുത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 20 പേര് ഇതുവരെ സ്ഥിരപ്പെടുത്തണില്ല. എല്ലാ പാൽ സീസൺ വരുമ്പോൾ ഇവര് പറയും സ്ഥിരപ്പെടുത്താം, അടുത്ത ആഴ്ച ചെക്ക് റോൾ നമ്പർ കിട്ടും പറച്ചിലല്ലാണ്ട് ഇപ്പൊ 3 വർഷമായിട്ട് ഇവര് സ്ഥിരപ്പെടുത്തേ ഒരു എങ്ങനെ പണിത പൈസ ബിൽ പൈസ തരേ ഒരു ഇതുമില്ല. ഇപ്പൊ യൂണിയൻകാരൊക്കെ വന്ന് ചർച്ച കഴിഞ്ഞിട്ട് ഇവര് ഒരു 11-ാം തീയതി ഡേറ്റ് പറഞ്ഞു മുന്നത്തെ ചർച്ചയിൽ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാ 11-ാം തീയതി വരെ ഞങ്ങൾ സമരം ചെയ്ത് നിർത്താം ചെക്ക് റോൾ നമ്പർ കിട്ടുമ്പോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ 2ാമത്തെ ചർച്ചയിൽ പറയുന്നത് അത് ആലോചിക്കണം. എങ്ങനെ ഇല്ല, ഇത് പാഴ്വാക്കുകൾ തന്നെ പറയും ഇവിടുത്തെ മാനേജർ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നമുക്ക് പെട്രോൾ അടിക്കാനോ വണ്ടിയിൽ പെട്രോൾ അടിക്കാനോ ജീവിതപരമായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് എല്ലാ തൊഴിലാളികളും. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് സ്ഥിരപ്പെടുത്തണം. പിന്നെ ഞങ്ങളെ പിടിച്ചു വെച്ച പൈസ അത് കിട്ടണം. അതന്നെ മെയിനായിട്ട്. എത്ര സമയത്താണ് നിങ്ങൾ രാവിലെ ടാപ്പിങ്ങിന് ഇറങ്ങുക? ടാപ്പിംഗ് അല്ല, ഞങ്ങളിവിടെ കളപ്പണി. എന്നാലും നിങ്ങളുടെ ആ ജോലിക്ക് എത്ര സമയത്ത്? ഞങ്ങളൊരു 6-6:30 ആകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് ഒരു 12:30 വരെ. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്ത് വെച്ചാൽ ഈ കുറച്ചു നാൾ മുൻപേ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. അതിൽ ജീവൻ പണയം വെച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും തൊഴിലിറങ്ങുന്നത്. ചെയ്യുന്ന കൂലി, അതായത് ചെയ്യുന്ന തൊഴിലിന്റെ കൂലിയാണ് നിങ്ങൾ ചോദിച്ചത്. അതുപോലും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു അവഗണനയല്ലേ? ശരിയാണ്, ഇവർ ചെയ്യുന്നത് അത്രയും തെണ്ടിത്തരാണ് നമ്മളോട് കാണിക്കുന്നത്. നമ്മൾ ഇത്രയും അവകാശങ്ങൾ ഇതൊക്കെ ഉന്നയിച്ച് ഇവിടെ വന്ന് ചോദിക്കും, പക്ഷെ അവർ തരുന്നില്ല. പിന്നെ നമ്മൾ നിവൃത്തികേടുകൊണ്ടാണ് ഇപ്പോൾ ഈ 1-ാം തീയതി തൊട്ട് ഞങ്ങൾ സമരത്തിന് വന്നത്. 4-5 മാസത്തെ പൈസ ഞങ്ങൾക്ക് പെൻഡിങ് ഉണ്ട് ഇവിടെ. അത് ഓരോരുത്തർക്ക് 40,000, 50,000, 60,000 ലക്ഷങ്ങളുള്ളവരുണ്ട്. 2-3 ബില്ല് വെച്ച് ചെയ്യുന്നവർക്ക് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. പക്ഷെ അതൊന്നും തരുന്നില്ല അവർ. ഇവരാഴ്ചയിൽ ഒരു 1,500, 2,000 രൂപ മാക്സിമം ഇടും. അതവർ തരുള്ളൂ. ആ 2,000 രൂപ കിട്ടുകൊണ്ട് നമുക്ക് ചിലവ് ചെയ്യാൻ പറ്റും. എത്ര നാളായി ചേട്ടൻ ഇവിടെ? ഒരു 4 വർഷങ്ങളായി. 4 വർഷമായി. ചേട്ടൻ എത്ര മാസത്തെ ഉണ്ട്? 7 മാസത്തെ ഉണ്ട്. 7 മാസത്തെ കാശ് കിട്ടാനുണ്ട്. ഇപ്പൊ വന്നത് ഒരു ആഴ്ചത്തെ പൈസ അവർ ഇട്ട് നിൽക്കുന്നത്. ഇത് തന്നെ അവസ്ഥ അവിടെ തന്നെ. 4 മാസമായിട്ട് വേതനം കാണിക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ ചെക്ക് റോൾ നമ്മൾ തരുന്നില്ല. അതിൽ വളരെ ബുദ്ധിമുട്ടാണ് കുടുംബം ജീവിക്കാനൊക്കെ ആയിട്ട്. മറ്റൊരു തൊഴിൽ ഇനി ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇതിലെ പൈസ കിട്ടാനുണ്ട്. നിങ്ങൾ സമരവുമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ, ഇതിൻ്റെ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾ പറയുന്നുണ്ടോ? മറുപടി പറയുന്നത് വെച്ചാൽ ഈ പല കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ഇതിനെ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ നേതാക്കന്മാരുടെ അടുത്ത് 11-ാം തീയതി നമ്പർ കൊടുക്കാം, പിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന പൈസ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2ാമത്തെ ചർച്ചയിൽ മാനേജർ പറയുന്നത് നിങ്ങൾ തൊഴിലാളികളെ തടഞ്ഞു വെക്കുന്നതുകൊണ്ട്
നിങ്ങളുടെ പൈസയും തരാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് ആലോചിക്കണം, ചെക്ക് റോൾ നമ്പർ ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം തരുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങൾ സമരം ചെയ്തു കഴിഞ്ഞാൽ തരില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് സംസാരിക്കുന്നത്. സമരം പിൻവലിക്കണം. പക്ഷേ ഇവർ മുൻ വർഷങ്ങളിൽ തരാമെന്ന് പറഞ്ഞ ഒരു ഡേറ്റിൽ ഞങ്ങൾക്ക് പൈസയോ ചെക്ക് റോൾ നമ്പറോ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വർഷം ഈ സമരത്തുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത്. ചെയ്ത ജോലിയുടെ കൂലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഇന്ന് എത്ര ജോലി ചെയ്താലും പറ്റാത്തൊരു സമൂഹത്തിൻ്റെ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം പോലും എല്ലാ തരത്തിലും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും നാൾ 7 മാസമായിട്ടൊരു നമ്മൾ ചെയ്ത കൂലി പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു തീർത്ത അവഗണനയാണ്. ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ്? എത്രയും പെട്ടെന്ന് ഇവിടെ തരാനിരിക്കുന്ന കൂലി അനുവദിക്കണം. പിന്നെ ഞങ്ങൾക്ക് ചെക്ക് റോൾ നമ്പർ അനുവദിക്കണം. അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസശമ്പളമായിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടും. കൂടാണ്ട് ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള പൈസ ഇവിടുന്ന് കിട്ടും, ഒരു മെഡിസിൻ കിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഉപകാരമായി. നമുക്കും ചെറിയ മക്കളൊക്കെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാനോ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കോ മരുന്നിന് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അതൊന്നും നടക്കണില്ല ഇപ്പോൾ. അപ്പം എത്രയും പെട്ടെന്ന് കമ്പനി നിൽക്കണ പൈസ വിട്ടു തരിക, അതുപോലെ ഞങ്ങൾക്ക് ഈ നമ്പർ അനുവദിച്ച് തരിക. ഇപ്പൊ ഈ മാസം തന്നെ ഇപ്പൊ പല ഡേറ്റിന് നമ്പർ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള സാലറിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യം. നമ്മൾ പറയുന്നില്ല, ഇപ്പൊ 4 മാസം നിൽക്കണ അല്ലെങ്കിൽ 7 മാസം നിൽക്കണമെങ്കിൽ ഒരു പകുതി ദിവസം തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ ഉപകാരമായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു വൃക്ക മാറ്റി വെച്ച പേഷ്യന്റ് ആണ്. അപ്പൊ എനിക്ക് മാസം 10,000 രൂപയുടെ മെഡിസിൻ്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്നുള്ള കാശിന് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വരുന്നത് എന്നെ കൊണ്ട് സാധിച്ചിട്ടല്ല, എന്നാലും ഞാൻ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് വരുന്നത്. മുടങ്ങാണ്ട് എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പൈസ കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചിട്ടാണ് എൻ്റെ മരുന്നിൻ്റെ ആവശ്യങ്ങൾ ചെയ്യണത്. ഞാൻ മുന്നേ പറഞ്ഞ സഹോദരിയുടെ വാക്കൊന്ന് കടമെടുക്കുകയാണ്, നിവൃത്തികേട് അല്ലേ? തീർച്ചയായും. ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് അത്. അപ്പം നമ്മളും എനിക്കും പുറമെ ഞാൻ ഷിപ്പിയാളായിരുന്നു ജോലി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇവർക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പണിക്ക് വന്നാലാണ് എനിക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പണി വരെ ഉപേക്ഷിച്ചിട്ട് നമ്മളിൽ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 3 കൊല്ലത്തിന് മേലെയായി. ഇപ്പം എനിക്ക് വരെ ജോലി തരാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. അത് മൊത്തം മുന്നത്തെ കുടിശ്ശികൾ ബാക്കി നിൽക്കുന്ന സമയത്താണ് ഞാനിവിടെ പണിക്ക് വന്ന് നിൽക്കുന്നത്. അപ്പം എൻ്റെ നമുക്ക് ആ വരുമാനം പോലും ഇല്ലാണ്ടായി പോയിരിക്കുകയാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ 20 പേർക്ക് നമ്പർ തരാം ഇവര് പലർക്കും പണി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ യൂണിയനിൽ അല്ലെങ്കിൽ ഇവർക്കും ഗുണമുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവര് അവരുടെ സ്കീമുകളും കാര്യങ്ങളും മാറ്റി പിടിച്ച് ഇവരുടെ പണിക്ക് കയറ്റിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, നമുക്കിപ്പോൾ കറക്റ്റ് ഒരു ഡേറ്റ് പറയണില്ല, നമുക്ക് കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞ ഈ സമയത്തും ഇവരുടെ കാര്യങ്ങൾ ഇവർ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അതായത് പാർട്ടികൾ നടത്തുന്നുണ്ട്. ഇപ്പം പാല് കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന്ന് പ്രത്യേകിച്ച് ഗുണം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവര് സാറുമാരെ വെച്ച് സൂപ്പർവൈസർമാരെ വെച്ച് യൂണിയനെ വെച്ച് ഇവരിപ്പോൾ ബംഗ്ലാവിൽ പാർട്ടിയും കൂത്തായിട്ട് ഇവർ നടക്കുന്നുണ്ട്. നമുക്കപ്പോഴും നമ്മൾ പൈസ ഇല്ലാണ്ട് തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും ഇവിടെ. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ തന്നെ എന്താ പറയുക, കാശില്ലാണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നത് 4 മാസം കാശ് കിട്ടാനുള്ളവർക്ക് വന്നിരിക്കുന്നത് 3 ദിവസത്തെ കാശാണ്. ഈ 1500 രൂപ കൊണ്ട് ഇവരെങ്ങനെ ജീവിക്കും? ഇവര് പറഞ്ഞ വെച്ചാൽ കമ്പനിക്ക് നിവൃത്തികേടാണെന്ന് പറയണേ. അപ്പൊ ഈ സാധാരണക്കാരായ നമ്മുടെ നിവൃത്തികേട് ഇവർ ചിന്തിക്കുന്നില്ല. ഇവർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗമാണ് അവർ ചിന്തിക്കേണ്ടത്. നമ്മളുണ്ടെങ്കിലാണ് കമ്പനി മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ നമ്മളെ ഒരു അടിമകളായിട്ട് തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. വലിയ ഒരു അവഗണന തന്നെയാണ് യഥാർത്ഥത്തിൽ. അതായത് നമ്മൾ ജോലി ചെയ്തതിന്റെ കൂലിയാണ് ചോദിക്കാൻ നിൽക്കുന്നത്. അത് കിട്ടിയിട്ട് വേണം ജീവിതം മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഇതിന്റെ കൂടത്തെ തന്നെ രോഗികളായ ആളുകൾ വരെയുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഒരു കുടുംബം നടത്തുന്ന ഇന്നത്തെ അവസ്ഥ അറിയാം. അപ്പോൾ ഇത്രയേറെ സമരങ്ങളും ഇത്രയേറെ ദിവസങ്ങൾ ഇരുന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നില്ല എന്ന് പറയുമ്പോൾ അവഗണന തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ എത്ര നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും? മുന്നോട്ട് പോകാൻ പരമാവധി ഞങ്ങൾ ഇത് തന്നെ ഇരുന്ന് ഞങ്ങളെ അവകാശങ്ങൾ നേടിയെടുക്കും. പിന്നെ ഇവർ ശരിക്കും നമുക്ക് ഇന്ന് തരാം നാളെ തരാമെന്ന് ശരിക്കും നമ്മളെ വഞ്ചിക്കുകയാണ്. ശരിക്കും ഒരു ചീറ്റിംഗ് ആണ് ഇത് ഇവർ ചെയ്യുന്നത്. അതിൽ നമുക്കെന്താ പറയുക, നമ്മൾ പരമാവധി ഇരുന്നിട്ട് നമ്മൾ പൈസ വാങ്ങിച്ച് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ പരമാവധി പട്ടിക എടുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ 10,000 രൂപ ഞങ്ങൾക്ക് അസിസ്റ്റന്റ് മെഡിസിൻ തന്നെ വേണം. 6 മാസത്തെ 7 മാസത്തെ പൈസ കൊടുത്തിട്ടുള്ള അവസ്ഥ എന്താ പറയുക? ജീവന് വേണ്ടി. ഇനിയിപ്പോൾ വരുന്നത് വിഷു വരുന്നത്, പെരുന്നാൾ വരുന്നത്, കുടുംബമായിട്ട് വീട്ടിലിരിക്കുന്നവർ ഇവിടെ വന്നിരിക്കണം. ഇപ്പോൾ
അപ്പം അതിന് അവർക്ക് കൊച്ചുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം, നമുക്ക് ഡ്രസ്സ് എടുക്കണം, വീട്ടിൽ ഫുഡ് കഴിക്കണം, എല്ലാം നല്ലൊരു ആഘോഷങ്ങൾ ദിവസങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെടേണ്ട മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ അവരിപ്പോഴും തീർച്ചയായും അവർ ഇന്ന് തരാം നാളെ തരാമെന്ന് പറയും. എന്ന ഡേറ്റ് പറയുന്നുണ്ട്, ചൊവ്വാഴ്ച കുറച്ച് കൊടുക്കുന്നു, ഫസ്റ്റ് അത് പറഞ്ഞു, പിന്നെ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്ന് കിട്ടുന്ന ഞങ്ങൾക്കൊരു ഉറപ്പില്ല, പക്ഷേ കിട്ടുന്നവരെ ഞങ്ങൾ പരമാവധി ഇവിടെ ഇരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സെപ്റ്റംബർ തൊട്ട് ഉള്ള പൈസ കിട്ടാനുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് 10 പണീൻ്റെ പൈസ വന്നു. എല്ലാവർക്കും വന്നിട്ടില്ല, ഞങ്ങൾക്ക് കുറച്ചാൾക്ക് വന്നു. ഇനി ഞങ്ങൾക്ക് എനിക്ക് 100 പണീൻ്റെ പൈസ കിട്ടാനുണ്ട്. 120 പണീൻ്റെ പൈസത്തെ 20 പണീൻ്റെ പൈസ നില വന്നു. അതെ, അല്ലെങ്കിൽ അതുവരെ പൈസ കിട്ടുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലിരിക്കും. വേറെ എന്താ നിങ്ങളോട് പറയാനായിട്ട്, ഈ എല്ലാവർക്കും ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും അസുഖമുള്ള ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഈ ജോലിക്ക് വരുന്നത് ഞങ്ങൾക്ക് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇവർ പൈസ ഞങ്ങൾക്ക് ഇന്ന് ചോദിക്കുമ്പോൾ പറയും നാളെ തരാമെന്ന്, നാളെ ചോദിക്കുമ്പോൾ പറയും വരുന്നാഴ്ച തരാമെന്ന്. ഒടുക്കം ഞാൻ ചെന്ന് കൊടുക്കും, സാറേ എനിക്ക് 4500 രൂപ വേണം ഒരു മാസം മരുന്നിന്. അപ്പോൾ ആ പൈസ തരാൻ പറയുമ്പോൾ സാറ് എനിക്ക് 10 ദിവസത്തെ കൂടി തരും. അപ്പോൾ അവർക്കൊക്കെ 6 ദിവസത്തെ പൈസ തരും. അങ്ങനെ ഇവിടെ നാളെ എന്ന് പറഞ്ഞ് 6 മാസത്തെ പൈസ ഇവിടെ ഇനിയും കിട്ടാനാ. വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് കാശൊന്നും കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഞങ്ങൾക്ക് കാശൊന്നും കിട്ടണില്ല. അത് അവർ ബില്ല് പറയുമ്പോൾ ഒരാഴ്ചത്ത് ചിലപ്പോൾ വിടും, അല്ലെങ്കിൽ 2000, 1500 അങ്ങനെയൊക്കെ വിടാറ്. കുറെ കാശ് കിട്ടാണ്ട്. അപ്പൊ അത് കിട്ടിയിട്ട് ഞങ്ങൾ ഞാനിവിടെ ഒരു 10-15 വർഷമായിട്ട് അങ്ങനെ മുടങ്ങാതെ വരും. ഇവർ പറയുന്ന പണികളൊക്കെ ചെയ്യും. പക്ഷെ ക്ലാസിന്റെ കാര്യത്തിൽ മാത്രം ഇവർ ചോദിക്കുമ്പോൾ മാർച്ച് അവസാനം തീർക്കുന്ന പറഞ്ഞിരുന്നത്. ഇപ്പൊ മാർച്ച് അവസാനം കഴിഞ്ഞപ്പോഴും കിട്ടണ വഴിയൊന്നും കണ്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ ഇതിനിറങ്ങിയത്. ഇപ്പൊ ഇന്നത്തെ 6 ദിവസമായി, ഞങ്ങളിവിടെ 7 ദിവസമായി. തീരുമാനമൊന്നായി. ഇന്നലെ കുറേശ്ശെ കാശ് കയറി, ഒരു 2500 രൂപ. അതൊന്നും കിട്ടിയാലേ എനിക്കും ഒരു 3 മാസത്തെ കാശേ കിട്ടാനുള്ളൂ. ഞാൻ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇവിടുത്തെ ബില്ലിൽ വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ മറ്റു തൊഴിലാളികളാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത്. 6 മാസം തൊട്ട് എല്ലാവർക്കും ഇങ്ങോട്ട് കിട്ടാനുണ്ട് കാശ്. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാ വർഷത്തിലും ഇതുപോലെ തന്നെ കുറേശ്ശെ ഒരു പെൻഡിങ് വരാറുണ്ടായിരുന്നു. അതെല്ലാം വർഷവും മാർച്ച് മാസം ആകുമ്പോൾ ഇവർ അവസാനിപ്പിക്കാറുണ്ട്. ഈ വർഷം അതുപോലെ തന്നെ ആയിരിക്കുന്ന കരുതി എല്ലാവരും ഇങ്ങനെ. അതിനിടയ്ക്ക് മാനേജറൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, സാറേ ഞങ്ങൾക്ക് കാശ് കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തന്നെ, ഇട്ടുതരാന്ന് പറയും. ഒരാഴ്ചയിൽ ഒരു 3000 രൂപ അല്ലെങ്കിൽ 4000 രൂപ അതിലപ്പുറം ഇടാറില്ല. അപ്പം അങ്ങനെ ആയി ഞങ്ങൾക്ക് കടങ്ങളും കൂടി കാശ് കിട്ടാൻ വഴിയില്ലാതായപ്പോൾ ഈ മാർച്ച് അവസാനം വരെ കാത്തിരുന്നിട്ട് ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും സമരത്തിലേക്ക് നിന്നു, ജോലി അവസാനിപ്പിച്ചു. ഇനി ഈ കാശ് ഫുള്ള് തീർത്ത് കിട്ടിയിട്ടേ ഇനി ഞങ്ങൾ ജോലി ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. സമാനമായ വിഷയം കഴിഞ്ഞ നാളുകളിൽ തന്നെ മാറ്റിലി ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തോട്ടം തൊഴിലാളികളുടെ നിരവധി വിഷയങ്ങളോടൊപ്പം ഞങ്ങൾ സഞ്ചരിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇലക്ഷൻ കാലഘട്ടമാണ്. ഈ സമയത്തും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കും ചിലതൊക്കെ പറയാനുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ചൂടിൻ്റെ സമയമാണ്? ഞങ്ങളിപ്പോൾ 50 കുടുംബങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ജോലിയിൽ ഒന്നും വലിയ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വോട്ട് വരെ ബഹിഷ്കരിക്കാൻ പോവുകയാണ്. എന്താ വെച്ചാൽ വേണ്ടപ്പെട്ട അധികാരികൾ ആരും എത്തിയിട്ടില്ല. ഞങ്ങളുടെ കാര്യത്തിന് ഇത്ര നാളായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ 3 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് പണി തരാം എന്ന് പറഞ്ഞ് ഇവർ കമ്പനി മാനേജ്മെൻറ്റ് ഞങ്ങളെ പറ്റിക്കുകയാണ് ശരിക്ക്. ഇപ്പോൾ പൈസ 4 മാസ കാലഘട്ടത്തിലത്തെ പൈസ വരെ ഞങ്ങൾക്കില്ല. എന്താണെന്ന് വെച്ചാൽ കുടുംബം മുന്നോട്ട് പോകാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ എല്ലാ കുടുംബങ്ങളും തീരുമാനിച്ച് ഞങ്ങൾ വോട്ട് വരെ ബഹിഷ്കരിക്കുകയാണ്. ഏകദേശം 50 കുടുംബങ്ങളുണ്ടോ? 50 കുടുംബങ്ങളുണ്ട്. എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാനുള്ള പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്ര നേതാക്കന്മാരുണ്ട്, ഇവരൊക്കെ ഇലക്ഷൻ ടൈമിലും കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നുണ്ടല്ലോ. ഇത്ര ഈ സമരം നടന്നിട്ട് ഇവിടെ നേതാക്കന്മാരാ ഞങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ ആരെ കൊണ്ടും കഴിയണില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്? നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നടന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതുകൊണ്ട് കാര്യം? രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടി ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാനോ ഒന്നിനും ഇല്ല. എന്തായാലും ഉറപ്പാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വന്ന ഒരു അഭിപ്രായ പ്രകടനമാണ്. 50ഓളം കുടുംബങ്ങൾ ഒരു നിവൃത്തികേടിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് പ്രതികരിക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരുപക്ഷേ ഇതിലെങ്കിലും അധികാരികളെന്ന് മുന്നോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങളൊരു ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിലിയിൽ ചെറിയൊരു ഇടവേള.
ഇത്ര മാസം എത്ര നാളായി ഇവിടെ തന്നെ? 3 വർഷം. ഇത് മാത്രമേ ജീവിതത്തിന്റെ നിങ്ങൾ ജോലി സമയത്ത് ഞങ്ങൾ തന്നെ വണ്ടി ഞങ്ങൾ ആശുപത്രി പോലെ യാതൊരു ഇൻഷുറൻസ് ഇതന്നെ ഉള്ളു ഞങ്ങൾക്കും വരുമാനം. എന്റെ മക്കൾ പഠിക്കുന്ന വീട്ടിലെ ഹസ്ബൻഡ് കഷ്ടപ്പാടാണ്. കിട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫീസ് അടക്കണം, എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ ജോലി ചെയ്തിട്ടാണ് ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും. ഞങ്ങൾക്ക് ഈ 6 മാസത്തെ ബില്ല് കിട്ടാണ്ടാവുമ്പോ ഞങ്ങൾ ഒരേ വഴിക്കും കടം വാങ്ങി അവിടുന്ന് വാങ്ങിയിട്ട് തിരിച്ചു പോയി. 31-ാം തീയതി തരുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോയിരുന്നു. 31-ാം തീയതി മാർച്ച് 31-ാം തീയതി അപ്പൊ അവര് കൈമലർത്തുകൾ കാശ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പറയുമ്പോ ഒരാഴ്ചത്തെ ബില്ല് അത് 2000-3000 ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തീർത്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പണിക്ക് തുടങ്ങി പോവാൻ കഴിയുന്നുണ്ട്. അത് തീരുമാനമാകുമ്പോൾ ഞങ്ങളുടെ സമയം ഈ ഒരു വിഷയത്തിന് ഉചിതമായൊരു നടപടി എത്രയും വേഗം സ്വീകരിക്കണം. കാരണം അവർ ചോദിക്കുന്നത് ന്യായമായ ഒരു ആവശ്യമാണ്. ചെയ്ത ജോലിയുടെ കൂലിയാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഇതൊന്നും അധികൃതർ കേട്ട ഭാവം പോലുമില്ല. എത്രയും വേഗം ഇതിനൊരു പരിഹാരത്തിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഇടയിലും ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അറിയിക്കുക. നാളെ ഇതേ സമയം ഇതേ നേരം മറ്റൊരു ജനകീയ വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിച്ചു. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.